മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് SP ഓഫീസിലേക്ക് ഗീതികയെ കൊണ്ടുപോകുന്നു. സൈമണിന്റെ മുമ്പിൽ ഗീതിക ഭ്രാന്തിയായി വീണ്ടും അഭിനയിക്കുന്നു. ഭദ്രയെ മർദ്ദിച്ച് ചോദ്യം ചെയ്യുന്ന വനിതാ കോൺസ്റ്റബിൾ. ഇത് കണ്ട് അത് തടയുന്ന ഗീതികയ്ക്ക് ഭ്രാന്തുണ്ടോ എന്ന് സൈമൺ ഭദ്രയോട് ചോദിക്കുന്നു. അവൾക്ക് ഭ്രാന്തുണ്ടെന്നും അതിന്റെ ട്രീറ്റ്മെന്റിലാണെന്നും ഭദ്ര പറയുന്നു. ഭദ്രയെ വീണ്ടും മർദ്ദിക്കുന്നു. ഇത് കണ്ട് ഗീതിക തനിക്ക് ഭ്രാന്തില്ല എന്നും എല്ലാം തന്റെ അഭിനയമാണെന്നും സൈമണിനോട് പറയുന്നു. ഇത് കേട്ട് ഞെട്ടുന്ന ഭദ്ര ഗീതികയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. പൊട്ടിക്കരയുന്ന ഭദ്ര മഹേന്ദ്രൻ എല്ലാം കൈവിട്ടു പോകുകയാണെന്നും ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അഭിരാമി ശ്രീറാമിനോട് പറയുന്നു. തനിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കുമെന്നും പറയുന്ന ശ്രീറാം ഡിവൈഎസ്പിയുടെ മുന്നിൽ സൈമൺ പണിക്കർ തന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നു. ജൂഡിന്റെ കൊലപാതകത്തിൽ ഭദ്രയ്ക്കും ഗീതികയ്ക്കും ഒരുപോലെ പങ്കുണ്ടെന്ന് പറയുന്നു. അവരെ വിളിച്ചു വരുത്തുന്ന സൈമൺ പണിക്കർ ഗീതികയോടും ഭദ്രയോടും നടന്ന സംഭവങ്ങൾ അതുപോലെ പറയണമെന്ന് പറയുന്നു. അവർ എങ്ങനെയാണ് തങ്ങൾ ജൂഡിനെ കൊന്നതെന്നും ശവം എവിടെയാണ് കളഞ്ഞതെന്നും പറയുന്നു. തുടർന്ന് കാണുക. ഇങ്ങോട്ട് മാറി നിൽക്കടാ. സർ, ഇത് വിശാഖ് സുബ്രഹ്മണ്യം. തോമസ് സേവ്യർ വിശാഖ് സുബ്രഹ്മണ്യത്തിന് കൊടുത്ത കൊട്ടേഷനായിരുന്നു അത്. അതിനുവേണ്ടി ബാംഗ്ലൂർ ഉണ്ടായിരുന്ന വിശാഖ് സുബ്രഹ്മണ്യത്തെ തോമസ് സേവ്യർ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്തായിരുന്നു നിങ്ങളുമായി സംസാരിച്ചത്? ജൂഡിനെ തീർക്കണം, അതായിരുന്നു അയാളുടെ ആവശ്യം. അങ്ങോട്ട് നീങ്ങി എന്ന് ഉറക്കെ പറയടാ, സാറ് കേൾക്കട്ടെ. ജൂഡിനെ കൊല്ലാൻ അയാളെ എനിക്ക് കൊട്ടേഷൻ തന്നത്. ഈ കൊല നടത്താൻ സേവ്യറിന്റെ മോട്ടീവ് എന്താണ്? ജൂഡിന്റെ അച്ഛന്റെ പേരിൽ അവനെ കിട്ടാനുള്ള 6.5 കോടിയുടെ സ്വത്ത് അത് അയാൾക്ക് വേണം. ജൂഡും അപർണയായിട്ടൊരു ബന്ധം വന്ന അതിന് അവകാശികൾ കൂടും. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് അവനെ തീർക്കണം, അതായിരുന്നു അയാളുടെ ആവശ്യം. തുകയെപ്പറ്റിയൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. അതൊക്കെ കൃത്യമായി ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രീസ് ചെയ്തറിഞ്ഞിട്ടില്ല. അവിടെ അറിയരുത്. ഇല്ല, ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. ഇനിയൊരു മാസമുണ്ട്, നവംബർ 20-ന്. അപർണയെ ജൂഡ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്ലാനുകൾ മുഴുവൻ തെറ്റും. സേവിച്ചൻ വിഷമിക്കാതെ, ഞാൻ ഏറ്റു. ഇത് അവന്റെ പ്രോഗ്രാമിന്റെ ലിസ്റ്റാ. കേരളത്തിൽ പലയിടത്തും അവന് മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. പിന്നെ ആ പെൺകൊച്ചുമായി ചേർന്ന് അവൻ കന്യാകുമാരിക്കൊരു ട്രിപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ട്. സംഗതി നടക്കുന്നത് ഇവിടം വിട്ടു വേണം. അതാ നല്ലത്, അതാ സേഫ്. അത് കറക്റ്റാ. ഞാൻ ആലോചിച്ചപ്പോ കന്യാകുമാരിയാണ് കറക്റ്റ് സ്ഥലം. അത് വിട്ടുകളയണ്ട. സേവിച്ചോ, അവന്റെ അവളുടെയും കല്യാണം നടക്കില്ല. അതുപോലെ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. പോരാ, എത്രയും പെട്ടെന്ന് വേണം. നവംബർ 18-ന് മീനാക്ഷിയുടെയും നിഖിലിന്റെയും എൻഗേജ്മെന്റ്. അന്നവന്റെ പാട്ട് കച്ചേരി വെച്ചിട്ടുണ്ട്. ആ പരിപാടിക്ക് അവന് പാടാൻ പറ്റരുത്. ശരി. പിന്നെ നീയും ഞാനും തമ്മിലുള്ള ഈ കണക്ഷൻ ആരും അറിയരുത്. നീ വരുന്നതും പോകുന്നതും ട്രീസയ്ക്ക് വേണ്ടി, നിന്റെ വക്കീലിനെ കാണാൻ. അത്രയും മതി. മനസ്സിലായി എനിക്ക്. എന്നാലും നിങ്ങളാള് കിലാടിയാ സേവിച്ച. നിങ്ങളുടെ സ്വന്തം ചേട്ടന്റെ മോനല്ലേ ജൂഡ്. അവനോട് നിങ്ങൾക്ക് എന്തിനാ എത്ര വലിയ വൈരാഗ്യം? നിനക്കറിയോ അവൻ എന്റെ ചേട്ടന്റെ മോനാണെന്ന്? ഇല്ല. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഇല്ല.
നിനക്കെന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ആ ഇല്ല. അപ്പോ നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഓ അപ്പോ ഞാൻ ഇറങ്ങുക. എല്ലാം നിന്റെ കയ്യിലാ. ഒന്നിനും ഒരു തെളിവും അവശേഷിക്കരുത്. ഉം. ആട്ടെ, ഈ പറഞ്ഞ കന്യാകുമാരിയിൽ വിശാഖ പോയിരുന്നോ? പോയിരുന്നു സർ. ജൂഡിനെ ഒറ്റയ്ക്കൊന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി ഇവൻ കന്യാകുമാരിയിൽ ഒരു റെയ്ഡ് നാടകം വരെ പ്ലാൻ ചെയ്തു. അപർണയുടെ ഫ്രണ്ട് അരവിന്ദിനെ ഒഴിവാക്കി ജൂഡിനെ ഒറ്റയ്ക്ക് കിട്ടാൻ ഇവൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണ് കന്യാകുമാരിയിലെ ആ റെയ്ഡ്. പക്ഷേ ജൂഡിന്റെ ചില ഫ്രണ്ട്സിന്റെ പ്രസൻസും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപർണയ്ക്കും അരവിന്ദിനും പെട്ടെന്ന് ജാമ്യം കിട്ടി തിരിച്ചു വന്നതുകൊണ്ടും ആ പ്ലാൻ അവിടെ വർക്കൗട്ടായില്ല. പിന്നെ അന്നത്തെ ആ റിസപ്ഷൻ ദിവസം, എടാ പറയടാ എന്താന്ന്, നീ തന്നെ കൂടെ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇത്തിരി ഓവറായിട്ട് അഭിനയിച്ചെന്ന്. ജൂഡിന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്ത് ഞാൻ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് കറണ്ട് പോകണം. രാത്രി മുഴുവൻ കറണ്ട് വരരുത്. അതുകൊണ്ട് ആ പവർ ഫെയിലിയർ ഞാൻ തന്നെ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് ട്രാൻസ്ഫോമറിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി ഞാൻ തന്നെ പവർ ഫെയിലിയർ ഉണ്ടാക്കിയതാണ്. തിരിച്ചെത്തിയ ഞാൻ കാണുന്നത് ജൂഡ് ആ വീട്ടിലേക്ക് കയറി പോകുന്നതാണ്. അവനെ ഫോളോ ചെയ്ത് ഞാൻ അകത്തേക്ക് പോകാൻ നോക്കി. പക്ഷെ കുറച്ച് ആൾക്കാർ വാതിലിൽ അങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അവൻ പുറത്ത് വരുന്നതും കാത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇതിനിടയിൽ ഫ്രണ്ട്സും ഒത്ത് അഴകിയെന്ന സ്ത്രീയുടെ വീട്ടിൽ പോയി. തിരിച്ചു വന്നപ്പോഴും അവനെ കണ്ടില്ല. രാത്രി എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു. പക്ഷേ ജൂഡ് വീടിന് പുറത്തു പോയിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. ഞാൻ ഊഹിച്ചത് അവനും അപർണയായിട്ട് എന്തോ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന്. രാത്രി ആരും അറിയാതെ ആ വീട്ടിൽ നിൽക്കാൻ അവരൊരുക്കിയ പ്ലേ ആണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോയപ്പോഴും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. രാത്രി ജൂഡ് ഇറങ്ങി വരുമെന്നും ആ സമയം അവനെ തീർത്തേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലാരോ തുറന്നു. ജൂഡാന്ന് കരുതിയാ ഞാൻ നോക്കിയത്. അപ്പോൾ ഈ സ്ത്രീ ഭദ്ര മഹേന്ദ്രൻ അവരാ വരാന്തയിൽ നിന്ന് എന്തോ തള്ളി താഴെയിടുന്ന കണ്ടു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണെന്നറിയാതെ കൺഫ്യൂസ്ഡായി നിൽക്കുമ്പോഴാണ് മൊമെൻ്റോ പോലൊരു സാധനം ഇവരാ കായലിലേക്ക് വലിച്ചെറിയത് കണ്ടത്. ഇവർ വാതിലടച്ചു കഴിഞ്ഞാൽ ആരും പുറത്തില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അതിനടുത്തെത്തി. അത് ജൂഡിൻ്റെ ബോഡിയായിരുന്നു. അകത്തെന്തോ കലിപ്പ് നടന്നെന്നും അതിൻ്റെ പേരിൽ അവൻ തട്ടിപ്പോയെന്നും എനിക്ക് മനസ്സിലായി. ഹലോ സേവിച്ച. എന്തായി? തീർത്തോ? അതെ. എങ്ങനെ? അതൊക്കെ ഞാൻ തീർത്തു. എന്നിട്ട് ബോഡി എന്ത് അത് വരാന്തയും തള്ളി താഴെയിട്ടിട്ടുണ്ട്. അതുപോരാ, നീ അത് വലിച്ച് കായലിൽ കൊണ്ട് തള്ളണം. മനസ്സിലായോ? ശരി 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 എന്നാ വെച്ചോ ഫോൺ വെച്ചോ. വല്ലവരും ചെയ്തു വെച്ച കൊലപാതകം നീ ഏറ്റെടുത്ത എന്തിനാ? എന്തായാലും അവൻ തട്ടിപ്പോയി സാറേ. മുന്നിൽ ബോഡി വന്ന് ചാടുകയും ചെയ്തു. അത് ഏറ്റെടുത്തില്ല പിന്നെ സേവിച്ചിന് എനിക്ക് പറഞ്ഞുറപ്പിച്ച എമൗണ്ട് തരുമോ സാർ? സാർ എന്നാ പിന്നെ തോമസ് സേവ്യറിനെ വിളിപ്പിക്കട്ടെ. വിളിക്കേ. ചെല്ല സാർ അങ്ങോട്ട് മാറി നിൽക്ക്.
ഇവിടെയല്ല, അങ്ങോട്ട്. ഓ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി നിൽക്കേ. സാറ് കണ്ണട തല്ലിപ്പൊട്ടിച്ചോണ്ടൊന്നും കാണാൻ മേലേ. അവിടെ അല്ല, ഇപ്പുറത്തോട്ട്. അതാ ഇവിടെ സാർ ഇരിക്കുന്നത്. ഓ, ഇങ്ങോട്ട് നോക്ക്. അയ്യോ. സർ, ഇത് തോമസ് സേവ്യർ, ജൂഡ് സേവ്യർ കൊലക്കേസിന്റെ സൂത്രധാരൻ. ഞങ്ങളല്ല സാറേ ചെയ്തത്. ഇവരാ കൊന്നത്. ഇവരെ കൊന്നത്. അജിത്, ബോധമില്ലാത്ത മരുന്ന് പറയുന്നത് കേട്ട് സാർ എന്നെ അവിശ്വസിക്കരുത്. ഇവരെ കൊന്നത് എന്റെ കുഞ്ഞിനെ കർത്താവാണ്. ഞാൻ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. ഇവരെ കൊന്നത്. ഇവരെ കൊന്നത്. ഞാൻ കൊന്നിട്ടില്ല. ഞാനാരെയും കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല ആരെയും. ഞാനാരെയും കൊന്നിട്ടില്ല. വരൂ. ഭദ്ര ദിവസവും കഴിക്കുന്ന മെഡിസിൻസാ. മോളിത് മറക്കാതെ അമ്മയ്ക്ക് കൊടുക്കണം. പിന്നെ മാറി കൊടുക്കാൻ തുണിയും. അതൊന്നും ഇവിടെ വേണ്ട, ഇതൊക്കെ അവിടെ ഉണ്ട്. നടക്ക്. സർ, മുൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശ്രീറാം കേസ് അന്വേഷിക്കുകയായിരുന്നില്ല. മറിച്ച് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എല്ലാം മായ്ച്ചു കളയാൻ ശ്രമിക്കുകയായിരുന്നു. അധികം താമസിയാതെ തന്നെ ട്രീസ സേവ്യർ മർഡർ കേസിന്റെ കുറ്റപത്രവും എനിക്ക് സമർപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ ശ്രീറാം ആവും ആ കേസിലെ മുഖ്യപ്രതി. അതിനി അധികം താമസം ഉണ്ടാവില്ല സർ. അപ്പോ ഇനി കാര്യങ്ങൾ കോടതിയിലേക്ക് നീക്കാം അല്ലേ? ഷുവർ സർ. ഒന്നാം പ്രതി ഗീതിക മഹേന്ദ്രൻ, രണ്ടാം പ്രതി ഭദ്ര മഹേന്ദ്രൻ, മൂന്നാം പ്രതി തോമസ് സേവ്യർ, നാലാം പ്രതി വിശാഖ് സുബ്രഹ്മണ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് കേസ് ഈസ് ക്ലോസ്ഡ്. അങ്ങനെയാണ് എന്റെ വിശ്വാസം. ഓക്കെ. എനിവേ, താങ്ക് യു. വെൽക്കം സർ. മെന്റൽ ഹോസ്പിറ്റലിൽ നിർത്താനല്ലായിരുന്നു കോർട്ട് ഓർഡർ. ഗീതിക SP ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് നമുക്ക് ഒബ്ജക്ട് ചെയ്യാൻ പറ്റില്ലേ? കോർട്ടിൽ നിന്ന് അവരതിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ചു നിഖിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചെയ്ത എല്ലാ അബദ്ധമായല്ലോ. കോടതി കള്ളത്തരം കാണിക്കുന്നതിലും ഭേദം കോടതി മോളുവിനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യായിരുന്നു വേണ്ടത്. മാഡം, ശ്രീറാം സാർ എവിടെയാ? കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്കെതിരാവുക. സാറിനോട് എന്തെങ്കിലും ഉടനെ ചെയ്യാൻ പറയണം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അന്നേ എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ഞാനിവിടെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ എല്ലാം. ആ ചീനു, കാര്യങ്ങൾ എന്തായി? നിന്റെ കൺട്രോളിൽ തന്നെയാണോ കാര്യങ്ങള്? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാ കാര്യങ്ങൾ. ആമി, നീ ഒന്ന് കോഴ്സ് ആവണം. അത് ഞാൻ നോക്കിക്കോളാം. ന്യൂസിന് ടൈമായോ? ആ ആയി. കുറച്ചു നേരത്തേക്ക് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. നീ ടി വി ഒന്ന് ഓണാക്ക്. ശരി, ഓക്കെ. ആ ന്യൂസ് ഒന്ന് വെക്കോ, റിമോട്ട് തന്നെ. ന്യൂസ് കാണാനാ. നമസ്കാരം. ജൂഡ് സേവ്യർ കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തെ മുൾമുനിയിൽ നിർത്തിയ ഒരുപാട് വിവാദങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും കാരണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. ജൂഡ് സേവ്യർ കേസിൽ തയ്യാറാക്കിയ പുതിയ കുറ്റപത്രം കോടതിയിലേക്ക്. അന്വേഷണം ഏറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിവൈഎസ്പി സൈമൺ പണിക്കർ തയ്യാറാക്കിയ കുറ്റപത്രമാണ് കോടതിയിലേക്ക് എത്തുന്നത്. ഒരു വർഷക്കാലം കേസിന്റെ അന്വേഷണ ചുമതലയിലുണ്ടായിരുന്ന ഡിവൈഎസ്പി ശ്രീരാം ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും കേസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്ന ഇടപെടലുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് ഡിവൈഎസ്പി സൈമൺ പണിക്കർ ഇന്ന് കമ്മീഷണർ ഓഫീസിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ അഭിമാനകരമായ നേട്ടമാണിതെന്ന് ആഭ്യന്തരമന്ത്രി സതീഷ് കുറുപ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയുണ്ടായി. ദേശീയ അന്വേഷണ ഏജൻസികളെയൊന്നും അന്വേഷണ ചുമതല ഏൽപ്പിക്കാതെ കേരള പോലീസിൽ ഏൽപ്പിച്ച വിശ്വാസത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി.
കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി കടന്നുപോയ ഒരു കേസായിരുന്നു ജൂഡ് സേവ്യർ കേസ്. ജൂഡ് സേവ്യർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഡിവൈഎസ്പി ശ്രീറാം ചന്ദ്രശേഖർ ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും മരിച്ച ജൂഡ് സേവ്യറുടെ സഹോദരിയുമായ ട്രിസ സേവ്യറിന്റെ കസ്റ്റഡി മരണത്തെ തുടർന്ന് സസ്പെൻഷനിലാവുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സൈമൺ പണിക്കറാണ് കേരള പോലീസിലെ ഇപ്പോഴത്തെ പുതിയ ഹീറോ. സോഷ്യൽ നെറ്റ്വർക്കുകളിലും മാധ്യമങ്ങളിലും സൈമൺ പണിക്കരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിറയുകയാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഫോണിൽ വിളിച്ച് സൈമൺ പണിക്കരെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. വിരലിലെണ്ണാവുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് കേരള പോലീസിന്റെ ഇപ്പോഴത്തെ ശാപമെന്നും കഴിവുള്ള ഉത്തരവാദിത്വബോധമുള്ള സൈമൺ പണിക്കരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പോലീസ് സംഘത്തിന് തന്നെ അഭിമാനം നൽകുന്നതെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. തീർന്നു. ശ്രീറാം ചന്ദ്രശേഖർ ഫിനിഷ്ഡ്. എന്തായിരുന്നു അവന്റെ ഇമേജ്? അഴിമതി കണ്ട അപ്പൊ പ്രതികരിക്കും, എടുത്തോ പിടിച്ചോന്ന് കേസ് തെളിയിക്കും. എന്നാ ഇപ്പൊ നാറിയ ഈ ഒരു വർഷം കൊണ്ട് അഴുകി നാറിയാണ് അയാള് പുറത്തു പോണത്. അതിന് അവൻ എവിടാ പുറത്തോട്ട് പോകുന്നത്? അവൻ അകത്തോട്ടല്ലേ പോകുന്നത്, ജയിലിനകത്തോട്ട്. സത്യം പറഞ്ഞ അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാ ഞാൻ ആലോചിക്കുന്നത്. ഇതെല്ലാം ചെയ്തു വെച്ചത് ഞാനാണെന്ന് അറിയുമ്പോ പാവത്തിന് സഹിക്കാൻ പറ്റി കാണത്തില്ല. ഞാനും അവനും കൂടി ഇടയ്ക്ക് ഇങ്ങനെ കൂടുമായിരുന്നു. അപ്പൊ വലിയ ഗീർവാണം അടിക്കല്. നമ്മളെ അന്വേഷണത്തിന്റെ തിയറി പഠിപ്പിക്കും. മൂന്നാമത്തെ ആളാ പ്രതി, നാലാമത്തെ ആളാ പ്രതി, തേങ്ങാ കോല. കേസ് ചവിട്ടിക്കൂട്ടുമായിരുന്നത് ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. യവന്റെ ഈ പഴയ ഇമേജുകളൊക്കെ വെച്ച് നോക്കുമ്പോഴേ യവൻ ആളകത്ത് ഇത്ര അറാം പറപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സുരേഷ് ഗോപി ആയിട്ടല്ലായിരുന്നോ നടപ്പ്? ജൂഡ് സേവ്യർ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സവിശേഷമായ ഒരു അധ്യായമാണിത്. VTVക്ക് വേണ്ടി ലഭിച്ച എക്സ്ക്ലൂസീവായ ഒരു അഭിമുഖത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോരട്ടെ പോരട്ടെ. ജൂഡ് സേവ്യർ കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ശ്രീറാം ചന്ദ്രശേഖർ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീറാം ചന്ദ്രശേഖർ, കേസ് ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഏറെ പിരിമുറുക്കമുള്ള അവസ്ഥയിലൂടെയായിരിക്കാം താങ്കൾ കടന്നുപോയിട്ടുണ്ടാവുക. താങ്കൾക്ക് ഈ കേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സസ്പെൻഷനിലാണെങ്കിലും അല്ലെങ്കിലും ഈ കേസിൽ സത്യം തെളിയിക്കപ്പെടണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഒരു വർഷത്തോളം ഈ കേസ് അന്വേഷിച്ചത് ഞാനാണ്. ഒരിക്കൽ കുറ്റപത്രം കോടതി സമർപ്പിച്ചതുമാണ്. ആ കുറ്റപത്രത്തിന് മേൽ ഭാഗികമായി വിചാരണ പൂർത്തിയായതുമാണ്. ഈ അവസരത്തിലാണ് കോടതി ആ കുറ്റപത്രം റദ്ദാക്കാൻ ഉത്തരവിടുന്നതും എന്നെ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കുക ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എങ്ങനെയെങ്കിലും പൂർണ്ണമായ സത്യം കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. ഒരുപാട് ലെയറുകളുള്ള കേസാണ് ജൂഡ് സേവ്യർ മർഡർ കേസ്. ഒരു പക്ഷേ ഞാൻ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു കേസ്. നിരവധി ആൾക്കാർ ഇടപെടലുകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഒരു വർഷമായി ഈ കേസ് അത്രത്തോളം പഠിച്ചതും അന്വേഷിച്ചതുമായ ഒരാളെന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ശ്രീ സൈമൺ പണിക്കർ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന കുറ്റപത്രം ഭാഗികമാണ്. കാരണം എനിക്ക് പറ്റിയ അതേ പാളിച്ചകളിൽ കൂടിയാണ് സൈമണും കടന്നു പോകുന്നത്. ഇനി ഒരിക്കൽ കൂടി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനും റദ്ദാക്കപ്പെടാനുള്ള അവസ്ഥ വരാതിരിക്കാൻ ഒരുപക്ഷെ ഇനി മറ്റൊരു ഏജൻസി ഈ കേസ് അന്വേഷിച്ച് യഥാർത്ഥ സത്യം പുറത്തു വരുമ്പോൾ കേരള പോലീസിന്റെ മുഖം അപമാനിക്കപ്പെട്ട് വികൃതമാകാതിരിക്കാൻ എനിക്ക് പറയാനുള്ളതോടെ കേട്ടിട്ട് വേണം, എൻ്റെ നിരീക്ഷണങ്ങളൂടി ഉൾപ്പെടുത്തി വേണം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ശ്രീറാം ചന്ദ്രശേഖർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്ന നിലയിൽ ഏത് സമയത്തും തെളിവുകൾ ഹാജരാക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ഈ കേസ് മുൻപ് അന്വേഷിച്ചിരുന്ന സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഈ കേസ് വഴിതെറ്റിക്കാൻ കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന മുൻവിധിയോടെയാണ് ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്ന സൈമൺ പണിക്കർ അടക്കം പലരും എന്നെ കാണുന്നത്. അതുകൊണ്ട് എന്റെ തെളിവുകൾ പോലീസിന് കൈമാറുകയാണെങ്കിൽ അത് കോടതിയുടെ നിരീക്ഷണത്തിൽ വേണമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമീപ്യത്തിലാവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് ശ്രീറാം ചന്ദ്രശേഖർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും രക്ഷപ്പെടുത്താൻ ആഭ്യന്തരമന്ത്രിയും മറ്റു ചില പോലീസുകാരും ചേർന്ന് കാട്ടിക്കൂട്ടുന്ന പൊറോട്ട നാടകമാണ് കേസിൽ സമർപ്പിക്കാൻ പോകുന്ന കുറ്റപത്രമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രമുഖ മാധ്യമ നിരീക്ഷകനായ ശ്രീ ഭാസുരേന്ദ്ര ബാബു ഞങ്ങളുടെ അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ജൂഡ് സേവ്യർ വധവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം
പുതിയ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന ഘട്ടത്തിലാണ് നിർണായകമായ ഒരു അവസ്ഥയിലേക്ക് കേസ് എത്തി നിൽക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിശ്ചയമായും കെട്ടടങ്ങി എന്ന് നാം കരുതുന്ന ഒരു കേസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് മാത്രം വിവാദങ്ങൾ എന്ന് മുദ്രകുത്തി പുതിയ വെളിവാക്കലുകളെ തടയുന്നത് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നതേയില്ല. വാദകങ്ങൾക്ക് കാലക്രമമില്ല മിസ്റ്റർ സുരേഷ്. അതെപ്പോഴും പുതിയ വെളിവാക്കലുകൾക്കനുസരിച്ച് പുതിയ രീതിയിൽ കേസുകൾ പുനരുദ്ധരിക്കുന്നതിന് കാരണമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ അഭാവങ്ങൾ ഒന്നുമില്ല. വളരെയധികം നന്ദിയുണ്ട് ശ്രീ സമയം ഞങ്ങളുടെ ചർച്ചകൾ ഇനിയും തുടരും. അതിഥികൾ ഇനിയും ചേരാനുണ്ട്. ഒരു ഇടവേള. ചീനു അവസാനമായിട്ടൊരു ശ്രമം കൂടി നടത്തി നോക്കുക. ഇനിയെല്ലാം കോടതി തീരുമാനിക്കും. ഇനി കോടതി വിധിയെ ആശ്രയിച്ചിരിക്കും കേസിന്റെ ഭാവി. മീഡിയയും പബ്ലിക്കും ഓപ്പോസിഷൻ ലീഡറിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ ചേർന്നിട്ട് ഒരു മൂവ്മെന്റ് അങ്ങനെയൊന്നും ഉണ്ടാവണം. എങ്കിലേ കാര്യമുള്ളൂ. നമ്മൾ ജയിക്കും. നമ്മൾ ജയിക്കൂടാ. നീ കഷ്ടപ്പെട്ടൊന്നും വെറുതെ ആവില്ല. നീ പെട്ടെന്ന് വരില്ലേ? ഞാൻ ആ ഫയലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. സാർ എന്ത് ചെയ്യാനാ സാർ ചാനലുകാരന്മാരല്ലേ യോമാരെ ആളാക്കുന്നത്. അവൻ വെറുതെ പുറത്തു കിടന്ന് കളിക്കുക. അതിലൊന്നും ഒരു കാര്യമില്ല സാർ. ഇല്ല, ഇതൊന്നും കോടതി പോയില്ല സാർ. സാർ പേടിക്കണ്ട. ഓക്കെ സാർ. ഓക്കെ സാർ സൈമണ, താനത് എവിടെ പോയി കിടക്കാടോ? താൻ കണ്ടില്ലേ ഈ ചാനലിലെ കോലാഹലങ്ങളൊക്കെ? ഇതൊക്കെ സർക്കാരിന്റെ ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാ. താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്തായി, DGPയുടെ ന്യൂസ് വല്ലതും ഉണ്ടോ? ഓൺ ദ വേൻ സർ. ആലപ്പുഴ കഴിഞ്ഞു. CM ആണ് മിനിറ്റ് വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഈ ശ്രീരാം ചന്ദ്രശേഖരന്റെ കയ്യിൽ എന്തെങ്കിലും ബോംബ് കാണുമോ? എന്തെങ്കിലും കയ്യിൽ കൃത്യമായിട്ടില്ലാതെ ശ്രീറാം മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കില്ല. അതെനിക്ക് ഉറപ്പാ. അപ്പോ നമുക്ക് പണി കിട്ടുമോ? പക്ഷേ നാളെ കോടതിയിൽ ഈ പ്രൂഫ് പ്രസന്റ് ചെയ്യാൻ കോടതി അനുവദിക്കുമോന്നാണ് നമ്മൾ നോക്കേണ്ടത്. സാധ്യത കുറവാണ്. കോടതിയിൽ കൃത്യമായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി. ശ്രീറാമിന്റെ സസ്പെൻഷനെ ഒരു ബ്ലാക്ക് മാർക്ക് ആക്കി വേണം കോടതിയിൽ കളിക്കാൻ. KPCC പ്രസിഡന്റാ. ഹലോ സാറേ. ജൂഡ് സേവ്യർ വധക്കേസിൽ കോടതിയുടെ ഇടപെടൽ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ശ്രീ നൈനാൻ കോശിയാണ് മുൻ DYSP ശ്രീരാം ചന്ദ്രശേഖരന്റെ വാദമുഖങ്ങൾ കൂടി പരിഗണിച്ച് പുതിയ കുറ്റപത്രം കേസിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിജയ് ചേരുകയാണ്. വിജയ്, കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അഭിപ്രായം, കോടതിയുടെ നിലപാട് എന്താണ്? കോടതിയിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, പൊതുസമൂഹം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കേസിലാണ് കോടതിയുടെ നിർണായകമായ ഈ ഇടപെടൽ. നീതിന്യായ വൃത്തങ്ങളിലും മാധ്യമങ്ങളിലും വൻ ചർച്ചയ്ക്ക് വഴിവെച്ചതാണ് ശ്രീറാമിന്റെ വെളിപ്പെടുത്തലുകൾ. ശ്രീറാമിന് ഇനി ഒരു അവസരം കൂടി നൽകരുതെന്നും സർവീസിൽ നിന്ന് പുറത്തായ ഒരു ഓഫീസർക്ക് ഇത്തരം ഒരു അവസരം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വാദം. എന്നാൽ സത്യം എന്നായാലും പുറത്തു വരണം. അതിനുവേണ്ടി എന്ത് നടപടി സ്വീകരിക്കണമെന്നും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തണമെന്നുമാണ് ശ്രീറാമിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അഭിരാമിയുടെ വാദം. ഞാൻ ഈ മെയിൻ എൻട്രൻസിലുണ്ട്. ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഒന്ന് നിന്നേ. കോടതിക്കകത്ത് പൂന്ത് വിളയാടുകയായിരുന്നല്ലോ. വീണ്ടും നാണംകടം തന്നെയാണോ ശ്രീറാമിന്റെ തീരുമാനം? എന്താ ഇത്ര വലിയ പുതിയ കണ്ടുപിടുത്തം? ഫൈൻഡിങ്സ് ഒരു വർഷമായിട്ട് അന്വേഷിച്ചിട്ട് പറ്റാത്തതാ. ഇനി 1.5 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പോണേ. അങ്ങനെ ഇറന്ന് പണി വാങ്ങിക്കുമല്ലേ? 1.5 ദിവസം വേണ്ട, ഒരു നിമിഷം മതി വക്കീലെ. എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് അങ്ങനൊരു മൊമെന്റ്. അതുവരെയുള്ളത് പരിശ്രമങ്ങളുടെയും പരീക്ഷണത്തിന്റെയും കാലമാണ്. അത് കഴിഞ്ഞെത്തുന്ന ആ ഒരൊറ്റ നിമിഷത്തിലാവും സത്യം മറനീക്കി പുറത്തു വരുന്നത്. പുത്രം വക്കീലൊന്ന് കരുതിയിരുന്നോ? ഞാൻ എന്താ വരുന്നു. അവരുടെ പറച്ചിൽ കേട്ടിട്ടേ എനിക്ക് പുളുവടിയാണെന്ന് തോന്നുന്നില്ല. എന്തോ കണ്ടേച്ചുള്ള നീക്കുക. അല്ലെ പിന്നെ കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു പോലീസ് ഓഫീസർ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുമ്പോൾ വേറൊരു ഓഫീസറുടെ ഫൈൻഡിങ്സും കൂടെ പരിശോധിക്കാൻ കോടതി ഉത്തരവിടുന്നത്. അതും സസ്പെൻഷൻ കിടക്കുന്ന ഒരുത്തന്റെ. അതാ ഉണ്ണക്കൻ ജഡ്ജിയുടെ തലേ കൂടെ വണ്ടി ഓടിയിട്ട. കുറെ നാളുകളായിട്ട് അങ്ങനെ ശ്രീരാമനെ താങ്ങിക്കൊണ്ട് നടക്കായിരുന്നല്ലോ. നോക്കിക്കോ, ആ ജഡ്ജി കളവനെ ശ്രീരാമനെ കൂടെ ഒരുമിച്ച് പണി കിട്ടും. അന്ന് വേണം എനിക്കൊന്ന് ആർവാദിക്കാൻ. കേട്ടാ, നീ വാ.
കോടതിയുടെ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ശ്രീറാം ചന്ദ്രശേഖരന് DGPയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നത പോലീസ് സംഘത്തിന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കാൻ വിളിപ്പിക്കുന്നതായിരിക്കും. ശ്രീറാം ചന്ദ്രശേഖരന്റെ ആവശ്യപ്രകാരം കേസിലെ പ്രതികളോടും സാക്ഷികളോടും ഒരിക്കൽ കൂടി സംവദിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഒരുക്കുന്നതായിരിക്കും. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇനിയൊരു വിവാദത്തിന് ഇട നൽകിക്കൂടാ എന്ന തരത്തിലുള്ള സർക്കാരിന്റെ സമീപനത്തെ തുടർന്ന് നാളത്തെ ആ ഒരു ദിവസം കേരളം കാത്തിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾക്കായി. ഇതൊരു പ്രത്യേക സിറ്റുവേഷനാണ്. മീഡിയയിൽ നിങ്ങൾക്കിതൊരു വലിയ ഇഷ്യൂ ആക്കാൻ പറ്റി. കോടതിയുടെ സപ്പോർട്ടും കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് സിറ്റുവേഷൻസിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. സർ, എന്നെ പ്രസന്റ് ചെയ്യാനാ? ഓരോ കണ്ടെത്തലുകൾ വെറുതെ സമയം കളയാനായിട്ട്. എല്ലാവരുടെയും സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നേരിട്ട് കേസിലേക്ക് കടക്കാം. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ അന്വേഷണത്തിൽ എന്നെ സഹായിക്കാൻ അഡ്വക്കേറ്റ് അഭിരാമിയുടെ പ്രസൻസ് കൂടി ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്ലീസ് ക്യാരി ഓൺ. താങ്ക് യു സർ. ജൂഡ് കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് നടന്ന ക്രൈമുകൾ 3 ജൂഡ് സേവ്യർ മർഡർ, ട്രീസയുടെ കൊലപാതകം, അപ്പുവിന്റെ കുഞ്ഞിനെ കാണാതാകൽ. ഈ ക്രൈമുകൾക്കെല്ലാം ഉത്തരം കണ്ടെത്തിയാലേ ജൂഡ് മർഡർ കേസിന്റെ അന്വേഷണം പൂർത്തിയാവും. കാരണം ഒന്നിൽ നിന്നും മറ്റൊന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഞാൻ തുടങ്ങുന്നത് ട്രീസയിൽ നിന്നാണ്. ഈ കേസ് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ പ്രൈം സസ്പെക്ട് അഡ്വക്കേറ്റ് ട്രീസ സേവ്യർ ആയിരുന്നു. പക്ഷേ അന്വേഷണത്തിനിടയിൽ അവർ മരണപ്പെട്ടു. ഞാനിപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നതിൻ്റെ കാരണവും അതാണ്. ട്രീസ എങ്ങനെയാണ് മരണപ്പെട്ടത്? ആർക്കാണ് ട്രീസയെ കൊന്നിട്ട് അത്യാവശ്യവും? അത് ചോദിക്കാനുണ്ടോ? ശ്രീറാം ചന്ദ്രശേഖരനല്ലേ ട്രീസയെ കൊന്നിട്ട് ആവശ്യം? ട്രീസയെ കൊല്ലാനാണെങ്കിൽ എനിക്കെന്തെല്ലാം മാർഗങ്ങളുണ്ട്. വിശാഖനെ തേടി സേവ്യറുടെ വീട്ടിലെത്തിയ എനിക്ക് മെമന്റോയും വിശാഖനെയും ഒരുമിച്ച് കിട്ടി. അതിനെ തുടർന്നാണ് ഞാൻ ട്രീസയെ അറസ്റ്റ് ചെയ്തത്. അന്ന് രാത്രിയാണ് ട്രീസ കൊല്ലപ്പെട്ടത്. ഇനിയും ഞാനാണ് ട്രീസയെ കൊന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ ഞാൻ ട്രീസയുടെ യഥാർത്ഥ കൊലപാതകയെ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ആമി, നടക്ക്. CI സുരേഷ് കുമാർ. ഊണിലും ഉറക്കത്തിലും എൻ്റെ ഒപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ വിശ്വസൻ. കൂടെ നിൽക്കുന്നതിനിട്ട് നീ കൃത്യമായി കൃത്യസമയത്ത് പണിതു അല്ലടാ? ഇങ്ങോട്ട് മാറിക്കടാ. കേരള പോലീസിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സർക്കിൾ ഇൻസ്പെക്ടർ, ചീഫ് മിനിസ്റ്ററുടെ പോലീസ് മെഡൽ സ്വന്തമാക്കിയ മിടുക്കൻ. പോലീസുകാരിലെ ക്രിമിനൽ ലിസ്റ്റ് എടുത്തപ്പോ പക്ഷെ ഇവന്റെ പേര് ഞാൻ കണ്ടില്ല സാർ. ഞാൻ പോലും തിരിച്ചറിഞ്ഞില്ല ഇവന്റെ ഉള്ളിലെ ക്രിമിനൽ മൈൻഡ്. സാർ, ഇന്നലെ വരെ എന്റെ വിശ്വസനായിരുന്നു ഇവൻ. ട്രീസയുടെ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവന്റെ കണ്ണുകളിലെ പകപ്പ്. പക്ഷേ നീ ട്രീസയുടെ ജീവനെടുക്കുമെന്ന് അത്രയ്ക്ക് ഞാൻ കടന്നു ചിന്തിച്ചില്ല. ആര് പറഞ്ഞിട്ടാ നീ ചെയ്തതെന്ന് നീ സാറിനോട് പറഞ്ഞു കൊടുക്ക്. പറഞ്ഞുകൊട്, അങ്ങോട്ട് പറയടാ. സേവിയർ, തോമസ് സേവിയർ. സാറേ, ഇവനുണ്ടല്ലോ ഈ സുരേഷ്, ഈ ശ്രീറാമിന്റെ ഏറാം മൂളിയ. ഇത് വേറൊന്നും അല്ല സാറേ, ശ്രീറാം ചെയ്ത ക്രൈം അവൻ ഏറ്റെടുക്കുന്നതാ. ഈ ശ്രീറാമിന് രക്ഷപ്പെടാനുള്ള ഒരു അടവായിരുന്നു. ഞാൻ ഈ പറഞ്ഞതല്ല കാര്യമൊന്ന് തോമസ് സേവർ പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആ തോമസ് സേവറിനെ വിളിക്കേ, അയാളെയും കൊണ്ടുവാ.
എന്താ സേവ്യർ, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? എന്തൊന്നാ സാറേ ഇതൊക്കെ? ഇവരെല്ലാം കൂടെ ചേർന്ന എൻ്റെ മോളെ കൊന്നത്. ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുന്ന ഇതൊക്കെ. എൻ്റെ പൊന്നു മോളെ ഞാൻ കർത്താവേ. ട്രീസ മരിച്ച ദിവസം ഇൻട്രോഗേഷൻ റൂമിലെ CC ക്യാം പ്രതി മനഃപൂർവ്വം ഡാമേജ് ചെയ്തിരുന്നു. അതുകൊണ്ട് താൻ സുരക്ഷിതനായിരുന്നു എന്ന ആഹ്ലാദത്തിലായിരുന്നു സുരേഷ്. പക്ഷേ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടക്കുമെന്ന് സംശയമുള്ളത് കൊണ്ടും സുരേഷിൽ ഡൗട്ട്ഫുൾ ആയതുകൊണ്ടും ഞാൻ സുരേഷ് അറിയാതെ 2 സ്പൈ ക്യാം അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് അവിടെ എത്തി ഞാൻ ആ വിഷ്വൽ കൈക്കലാക്കിയിരുന്നു. അതിലുണ്ട് സാർ സുരേഷ് കൊല നടത്തുന്ന ദൃശ്യം. എന്താ സേവിച്ച, ഇനി കാര്യങ്ങൾ സമ്മതിക്കാവോ? ശരിയാണോ? ആണോടോ? സാറ് കേട്ടല്ലോ. ഇയാളെ കൊണ്ടു സാർ, ഇതാണ് അന്ന് രാത്രി സംഭവിച്ചത്. സ്പൈ ക്യാം വിഷ്വൽസും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഇപ്പൊ തന്നെ കൈമാറുന്നതാണ്. ഇയാളെ കൊണ്ടു. സാർ, സേവ്യറാണ് ട്രീസയുടെ കൊലപാതകത്തിന് പിന്നിൽ. പക്ഷേ ട്രീസയുടെ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ട യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. ആ മെമൻറ്റോ അവിടെ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ട്രീസയുടെ അറസ്റ്റ് നടന്നത്. അതുകൊണ്ടാണ് ട്രീസയുടെ മരണവും നടന്നത്. അപ്പോൾ മെമൻറ്റോ അവിടെ കൊണ്ടുവച്ച ആളാണ് യഥാർത്ഥത്തിൽ ട്രീസയുടെ കൊലപാതകത്തിന് കാരണം. അയാൾ തന്നെയാണ് ജൂഡിന്റെ കൊലപാതകം. അയാൾ തന്നെയാണ് അപ്പുവിന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ആരാണ് ഈ കൊലപാതകം? ഓഹോ, അത് ശരി. കവടി നിരത്തി കാര്യങ്ങൾ പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴും. അല്ലയോ? കവടിയല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വായിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. ജൂഡ് കൊലപാതകം ഗീതിക മഹേന്ദ്രന് സ്വയരക്ഷാർത്ഥം അബദ്ധത്തിൽ സംഭവിച്ചൊരു ക്രൈം അല്ല. അതിനപ്പുറം മറ്റൊരാൾക്കൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. തലക്കേറ്റ തുടർച്ചയായ 2 ബ്ലോകളാണ് ജൂഡിന്റെ മരണകാരണം. 2 ബ്ലോയുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണോ താൻ ഈ കേസ് തിരുത്താൻ പോകുന്നത്? അവള് 2 പ്രാവശ്യം അടിച്ചു കാണും. ഗീതയെ എത്ര വട്ടം ജൂഡിനെ അടിച്ചു എന്ന കാര്യത്തിൽ ഗീതയ്ക്ക് തന്നെ തിട്ടമില്ല. പക്ഷേ 2 ബ്ലോകൾക്കുമിടയിൽ മിനിറ്റുകളുടെ വ്യത്യാസമുണ്ട്. ഫോറൻസിക് സർജൻ വേണു കൃഷ്ണന്റെ 2ാമത്തെ അനാലിസിസ് നിന്നാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഗീതയ്ക്ക് വളരെ സഡനായിട്ടുള്ള ഇമോഷനിൽ 1 2 തവണ അടിച്ചെന്നിരിക്കും. പക്ഷേ അതിനിടയിൽ മിനിറ്റുകളുടെ ഗ്യാപ്പ് വരാൻ ഇടയില്ല. അതുമാത്രമല്ല, ഗീതയെ പോലൊരാൾക്ക് അടിക്കാവുന്നതിനേക്കാൾ മാരകമായ പവർഫുള്ളായ ബ്ലോയാണ്, അതായത് സെക്കൻഡ് ബ്ലോ. ജൂഡിന്റെ മരണത്തിന് കാരണമായത് ജൂഡിന്റെ സ്കളിലേക്ക് തുളച്ചു കയറിയ ആ 2ാമത്തെ അടിയാണ്. സെയിം മൊമെന്റോ വെച്ചിട്ട് ആരും അറിയാതെ ജൂഡിനെ കൊന്ന് അദൃശ്യനായി മറഞ്ഞിരുന്ന് ആഹ്ലാദിക്കുന്ന ആ കൊലയാളി പക്ഷെ അറിഞ്ഞില്ല ഈ കൊലപാതകത്തിന് ഒരു സാക്ഷിയുണ്ടെന്ന വിവരം. ദ അൾട്ടിമേറ്റ് വിറ്റ്നസ്. ഈശ്വരൻ സാക്ഷിയായിരുന്നു ആ കുറ്റകൃത്യത്തിന്. തൂണിലും തുരുമ്പിലും ഉണ്ട് ഈശ്വരൻ. അതേ തൂണും തുരുമ്പും എനിക്ക് കാണിച്ചു തന്നു ആ കുറ്റവാളിയിലേക്കുള്ള വഴി. അപ്പു, അപർണ മഹേന്ദ്രൻ, നീ വാ. ആ നമ്പറിന്റെ ഉടമ ആരാന്ന് അന്വേഷിച്ചപ്പോ ഞങ്ങൾ ചെന്നെത്തിയത് ജൂഡ് സേവ്യറിലല്ലായിരുന്നു, ആ യഥാർത്ഥ കുറ്റവാളിയിലായിരുന്നു. നിന്റെ ജൂഡ് ഒരു ചതിയനായിരുന്നു അല്ലേ? അല്ല. ഒരു സെക്സ്വൽ പെർവർട്ടായിരുന്നു അല്ലേ? അല്ല. നിന്റെ കൂടെ നടന്ന് നിന്നെയും ചതിച്ചിട്ട് മറ്റൊരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു ഫ്രോഡായിരുന്നില്ലേ അവൻ? അത് നിനക്കറിയായിരുന്നില്ലേ? അല്ല, ജൂഡ് ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അങ്ങനെയായിരുന്നില്ല. അത്രയ്ക്ക് ഉറപ്പാണോ? അതെ.
എനിക്ക് അത്രയ്ക്ക് ഉറപ്പാ. ശരിയാ, നിന്റെ ജൂഡ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ വിശേഷങ്ങളൊക്കെയും ചേരും നിന്റെ ജൂഡിനല്ല, യഥാർത്ഥ കുറ്റവാളിക്ക്. ജൂഡ് എന്ന നിഷ്കളങ്കനായ ചെറുപ്പക്കാരന്റെ പേരിൽ, അവന്റെ പേരിൽ മറഞ്ഞിരുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്തു കൂട്ടിയ യഥാർത്ഥ കുറ്റവാളിക്ക്. ഗീതിക എന്നെ ഏൽപ്പിച്ച പെൻഡ്രൈവിൽ ഗീതികയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാർത്തിക്കിന്റെ സിം കാർഡും ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ജൂഡ് കൊല്ലപ്പെട്ട നവംബർ 18 മുതൽ ഇൻആക്റ്റീവായിരുന്ന സിം കാർഡ് എന്നേക്കുമായി നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ആ സിം കാർഡ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നഷ്ടപ്പെട്ടിരുന്നില്ല. ഇടയ്ക്ക് 1-2 വട്ടം ആ IMEI നമ്പറിലുള്ള മൊബൈൽ പ്രവർത്തനക്ഷമമാകുന്നുവെന്നും ഞാൻ അറിഞ്ഞു. ആ മൊബൈൽ ട്രേസ് ഔട്ട് ചെയ്യുക ശ്രമകരമായിരുന്നു. സൈബർ സെല്ലിലെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സുദേവൻ എന്ന കമ്മ്യൂണിറ്റി ഓഫീസർ അതെനിക്ക് കണ്ടെത്തി തന്നു. അത് പൊന്നാടൻ എന്ന ഒരു വള്ളക്കാരന്റെ പേരിലായിരുന്നു. അഭിരാമി, അയാളെ ഞാൻ വിളിക്കും. വരൂ. സാർ, ജൂഡിന്റെ ബോഡി ആദ്യം കണ്ടെത്തിയത് ഈ പൊന്നാടനായിരുന്നു. മണ്ണിൽ പൊതിഞ്ഞു കിടന്ന ആ മൊബൈൽ ഇയാൾക്ക് കളയാൻ തോന്നിയില്ല. ഞങ്ങൾ പൊന്നാടനെ ട്രേസ് ഔട്ട് ചെയ്തു, മൊബൈൽ കണ്ടെടുത്തു. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ശരിയാണ് സാർ. പിന്നെ ആ മൊബൈലിനെ ചുറ്റിപ്പറ്റിയായ അന്വേഷണം. ആ മൊബൈൽ വാങ്ങിയ വ്യക്തിയുടെ പേരന്വേഷിച്ചു. ജൂഡ് സേവ്യർ. ജൂഡ് സേവ്യറിന്റെ പേരിൽ വാങ്ങിയ മൊബൈൽ, ജൂഡ് സേവ്യറിന്റെ പേരിൽ വാങ്ങിയ സിം കാർഡ്. അപ്പോ ജൂഡ് ഫ്രോഡ് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ആ മൊബൈലിന്റെ പഴയ റെക്കോർഡ്സുകളുടെ കണ്ണോടിച്ചപ്പോഴാണ് കുറ്റവാളിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം എന്നെ കണ്ടിപ്പെട്ടത്. ഇടയ്ക്കെപ്പോഴോ 2 ദിവസത്തേക്ക് ആ ഡിവൈസിൽ നിന്നും വേറൊരു നമ്പർ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജൂഡിനെ പൂർണ്ണമായും കുരുക്കിലാക്കാൻ ജൂഡിന്റെ ഡെഡ് ബോഡിയുടെ കൂടെ വെള്ളത്തിൽ തള്ളിയ ആ മൊബൈലിൽ 2 ദിവസം ഉപയോഗിച്ച ആ സിം കാർഡായിരുന്നു, ആ സിം കാർഡിന്റെ നമ്പറായിരുന്നു ഈശ്വരൻ എനിക്ക് തന്ന ആദ്യത്തെ സാക്ഷിമൊഴി. ആ നമ്പറിന്റെ ഉടമ ആരാന്ന് അന്വേഷിച്ചപ്പോ ഞങ്ങൾ ചെന്നെത്തിയത് ജൂഡ് സേവറിലല്ലായിരുന്നു, ആ യഥാർത്ഥ കുറ്റവാളിയിലായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ആകെ 1 വർഷത്തിലേറെയായി വട്ടം കറക്കിയ, നിരപരാധികളായ കുറെ വ്യക്തികളുടെ ജീവിതം കശക്കിയെറിഞ്ഞ സമർത്ഥനായ ആ കുറ്റവാളി. അസാമാന്യമായ IQ ലെവലുണ്ട് ആ ക്രിമിനലിന്. സർ, ഇവനാണ് ആ ക്രിമിനൽ. ജൂഡ് സേവറിനെ കൊന്നതടക്കം നിരവധി ക്രൈമുകൾക്ക് പിന്നിൽ ഇവനാണ്. ഇവനെ പറയാനുള്ളത് കേൾക്കട്ടെ. സാർ, എനിക്കൊന്നും അറിയില്ല. ഇയാളെ കുറിക്കാൻ ശ്രമിക്കാം. നീ കൂടുതൽ പറയണ്ട. ബാംഗ്ലൂരിലേക്ക് നീ ഒളിച്ചു കിടത്തിയ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിന്റെ ലാപ്ടോപ്പ്, അതിനകത്തുള്ള സകല വിഷ്വൽസും ഞാൻ കണ്ടു. ഇനി നിനക്ക് എന്റെ മുന്നിൽ വാതുറക്കാൻ പറ്റില്ല. സർ, നിഖിൽ മേനോൻ ഒരേ സമയം ഒരു ക്രിമിനലും മാനസിക രോഗിയുമാണ്. ബാംഗ്ലൂരിൽ നിഖിലിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. പാത്തോളജിക്കൽ ലൈങ് എന്ന വിചിത്രമായ മാനസിക രോഗത്തിന് ഇവൻ ചികിത്സയിലാണ്. അതിലൊക്കെ ഉപരി ഇവനൊരു സെക്ഷൽ പെർവെർട്ടാണ്. ഓൺലൈൻ പെൺവാണിഭത്തിലെ പങ്കാളിയാണ്. ലിംഫോമ എന്ന രോഗമടക്കം ഇവൻ ജീവിതത്തിൽ കളിച്ച പല കാര്യങ്ങളും ഇവന്റെ നാടകങ്ങളാണ്. ആ ലാപ്ടോപ്പ് എന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എന്റെ മുന്നിൽ നീ കള്ളം പറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കില്ല എന്നെനിക്കറിയാം. പറ, എന്താ നടന്നത്? പറ, എന്താ നടന്നത്? ആ റിസപ്ഷൻ ഡേയിൽ നടന്നത് എന്താണ്? പറ, എങ്ങനെയാ സംഭവിച്ചത്? ഗീതികയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന കാർത്തിക് നീയല്ലേ? ആ കാർത്തിക് നീ അല്ലേന്ന് പറടാ. അതെ, മോളുമായിട്ട് ഫേസ്ബുക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാർത്തിക് ഞാനാ. വെറുതെ ഒരു രസത്തിന് തുടങ്ങിയ ബന്ധം പിന്നെ അതൊരു കേസായി. അന്ന് റിസപ്ഷൻ ദിവസം
ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവർക്ക് സർപ്രൈസ് മെസ്സേജ് അയക്കുമായിരുന്നു. പിന്നെ ആ ബ്ലഡ് റെഡ് ഹാഫ് സാരിയിൽ ഞാൻ അവളെ കണ്ടപ്പോ, കറണ്ട് പോയപ്പോ പെട്ടെന്ന് ആ സിറ്റുവേഷൻ അനുകൂലമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാ ആ മുറിയിൽ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ തീരുമാനിച്ചത്. ആളറിയാതിരിക്കാൻ ആ മ്യൂസിക് ബാൻഡിന്റെ മാസ്ക് വിട്ട് അവരുടെ ഡ്രസ്സ് വിട്ടാണ് ഞാൻ പോയത്. പെട്ടെന്ന് നോക്കിയാ ആ ബാൻഡിലുള്ള ഒരാളായിട്ടേ തോന്നും. എന്താ മാസ്ക് ഒക്കെ ഇട്ട് വന്നേ? എനിക്ക് ഈ മുഖം കാണണ്ടേ? പാട്ടുകാരനാണെന്നൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. മാസ്ക് മാറ്റുന്നേ, അതൊക്കെ സോങ്ങില്. നീ എന്റെ മുഖത്തെയാണോ ഇഷ്ടപ്പെടുന്നത്, അതോ എന്നെയാണോ? ഈ മുഖം എത്ര വികൃതമായാലും എങ്ങനെയായാലും നീ എന്നെ സ്നേഹിക്കൂ. ഞാൻ സ്നേഹിച്ചത് ഈ മനസ്സിനെയാ, മുഖത്തെ അല്ല. എങ്കിലും ഈ മുഖം ഒന്ന് കാണണം. എങ്കിലെന്തിനാ മുഖം കാണുന്നത്? അതല്ലേ നല്ലത്? അതല്ലേ നല്ലതെന്ന്? എടാ, നീ എന്താ ചെയ്തേ? പിന്നെ അന്ന് രാത്രി നീ അവിടെ വന്ന് എന്ത് ചെയ്തു? പറയടാ. ഇവൻ പിന്നിൽ നിന്ന് പല കളികളും കളിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആ മെമന്റോ ട്രീസയുടെ വീട്ടിൽ കൊണ്ടുവച്ചത്. പിന്നെ അന്ന് രാത്രി നീ അവിടെ വന്ന് എന്ത് ചെയ്തു? പറയടാ. അന്ന് രാത്രി ഞാൻ മീനുന്റെ വീട്ടിലെത്തി. ജൂഡ ഒറ്റയടിക്ക് തീർന്നു കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇനി എന്താ സംഭവിക്കുന്നറിയാതെ ഞാൻ കാത്തിരുന്നു. ആ സമയത്താ അമ്മായി വാതിൽ തുറന്നു വന്ന് ജൂഡിന്റെ ബോഡി പുറത്തേക്കിടുന്ന് കണ്ടത്. പിന്നെ അവരാ മൊമെന്റ് എടുത്ത് വലിച്ചെറിഞ്ഞു. അത് വന്ന് വീണത് എന്റെ മുന്നിൽ തന്നെയാ. ഞാനത് അവിടെ നിന്ന് എടുത്തു മാറ്റി. ജൂഡിന്റെ ബോഡി എന്തിനാണെന്നറിയാതെ കൺഫ്യൂഷൻ നിൽക്കുമ്പോഴാ കായൽക്കരയുടെ ഒരു ഭാഗത്തായി ഇരുട്ടിൽ പതിഞ്ഞിരിക്കുന്ന വിശാഖിനെ കണ്ടത്.
ഞാൻ അവനെ കണ്ടു, പക്ഷെ അവൻ എന്നെ കണ്ടില്ല. പിന്നീട് വിശാഖ ജൂഡിന്റെ ബോഡി കായൽക്കരയിലേക്ക് വലിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടു. സംഭവത്തിന്റെ ഒരു ഏകദേശ രൂപം എനിക്ക് പിടികിട്ടി. അറിയാതെ ചെയ്തു പോയൊരു കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി എന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ഫിംഗർ പ്രിന്റ് പതിഞ്ഞ ആ മൊമെന്റോ അതാരും കാണാതെ ഞാനടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഇവൻ സൂക്ഷിച്ച ആ മെമന്റോയാണ് പിന്നെ ഇവൻ ട്രീസയുടെ വീട്ടിൽ കൊണ്ടുവച്ചത്. ട്രീസയും വിശാഖനെ ഈ കേസിൽ കുരുക്കുകയായിരുന്നു ഇവന്റെ ലക്ഷ്യം. അല്ലേടാ? അല്ലേ? അതെ സർ, എന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി കേസിന്റെ ഓരോ ഘട്ടത്തിലും ഇവൻ ഇടപെട്ടുകൊണ്ടേയിരുന്നു. ട്രീസയിലേക്കും സേവറിലേക്കും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവൻ പിന്നിൽ നിന്ന് പല കളികളും കളിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആ മെമന്റോ ട്രീസയുടെ വീട്ടിൽ കൊണ്ടുവച്ചത്. അല്ലാതെ ഞാനല്ല ആ മെമന്റോ അവിടെ കൊണ്ടുവച്ചത്. അങ്ങനൊരു ആരോപണം എന്റെ പേരിൽ ഉണ്ടായിരുന്നു സർ. സർ, ഇതുപോലെ തന്നെ ഈ അന്വേഷണം വഴിതെറ്റിക്കാൻ ഇവൻ മറ്റൊരു കാര്യം ചെയ്തു. പോലീസിന്റെ ശ്രദ്ധ ട്രീസയിലും ഭദ്രയിലുമാണെന്നറിയാവുന്നത് കൊണ്ട് ഭദ്രയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാൻ അപ്പുവിന്റെ കുഞ്ഞിനെ ഇവൻ തട്ടിക്കൊണ്ടുപോയി. കുറ്റം ഭദ്രയിൽ ചെന്ന് നിൽക്കണം, അതായിരുന്നു ഇവന്റെ ആവശ്യം. അതിനാണ് അവൻ ഭദ്രയുടെ വീട്ടിലേക്ക് അപ്പവും കുഞ്ഞും താമസം മാറ്റിയ ദിവസം രാത്രി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. നീ തട്ടിയെടുത്ത് തമിഴ് ഭിക്ഷാടന സംഘത്തെ ഏൽപ്പിച്ച ആ കുട്ടിയെ ഞാനിവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ സംഘം മറിച്ചു വിറ്റത് വേറൊരു പാവപ്പെട്ട തമിഴ് കുടുംബത്തിനായിരുന്നു. അവര് നല്ല ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടിയത്. അമി, വരൂ. മോനെ എന്റെ മോൻ എന്നെ ചതിക്കായിരുന്നു അല്ലേ? എന്നെ ചതിച്ചു, എന്റെ ജീവിതം കളഞ്ഞു, എന്റെ അനിയത്തിയുടെ ജീവിതം, മീനാക്ഷിയുടെ എന്റെ അമ്മയുടെ ഒക്കെ ജീവിതം. നീ ഒരു മനുഷ്യനാണോടാ? ചുമ്മാ ഇരിക്കെ. സർ, ഇതാണ് ജൂഡ് സേവർ മർഡർ കേസ്. നിഖിൽ മേനോനാണ് ഈ കേസിലെ മുഖ്യപ്രതി. ഈ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താനാണ് ഞാൻ ഇത്തിരി സമയമെടുത്തത്. മിസ്റ്റർ ശ്രീറാം ചന്ദ്രശേഖർ, നിങ്ങളുടേതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങൾ കേരള പോലീസിന് ചെയ്തത് ഒരു വലിയ സഹായമാണ്. വീണ്ടും ഒരിക്കൽ കൂടി കുറ്റപത്രം തള്ളിപ്പോകുന്ന ഒരവസ്ഥ വന്നിരുന്നെങ്കിൽ... എനിക്കറിയാം സർ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ റിസ്ക് എല്ലാം എടുത്തത്. ഞാൻ കണ്ടെത്തിയ എല്ലാ തെളിവുകളും ഡോക്യുമെന്റ്സും ഇതിലുണ്ട്.
എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കോടതി മൂവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. വെൽ ഡൺ മിസ്റ്റർ ശ്രീറാം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സൈമൺ. സൈമ, ഇത് ശ്രീറാം ഷോയാ. എൻ്റെ ഒരു ഷോ ചീറ്റിപ്പോയപ്പോ നീ പടക്കവും പൊട്ടിച്ചു, കേക്കും മുറിച്ചു. ഒരു ഷോ പോയാ അടുത്ത ഷോ സക്സസ് ആവും. അതാണ് ശ്രീറാം ഷോ. മനസ്സിലായ? ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. ജൂഡ് സേവ്യർ വധക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. കേരളം കണ്ടിട്ടുള്ള അതിസങ്കീർണമായ കൊലപാതക കേസുകളിൽ ഒന്നായ ജൂഡ് സേവ്യർ വധക്കേസിന് പരിസമാപ്തി. കൂടുതൽ തെളിവുകളുമായി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മുൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയ ശ്രീറാം ചന്ദ്രശേഖർ. നമ്മളിനി കൂടിപ്പോയ 2-3 മാസേ ഉള്ളൂ. ശ്രീറാം സാറ് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമല്ലോ. ഞാനിട്ടിരിക്കുന്ന ഈ കതറിനേക്കാൾ നിങ്ങളിട്ടിരിക്കുന്ന യൂണിഫോമിന് വിലയുണ്ട്. അത് ശ്രീറാം പ്രൂവ് ചെയ്തല്ലോ. ഖദറിനായാലും കാക്കിക്കായാലും ഇട്ടിരിക്കുന്ന ആൾ അതിനോട് കാണിക്കുന്ന സത്യസന്ധതയ്ക്കാണ് സർക്കാരും. അപ്പോൾ ഏത് യൂണിഫോമിലും വാല്യൂ ഉണ്ടാവും. അതങ്ങനെ ആവണം. ക്ഷമിക്കണമെന്നൊരു വാക്ക് പറയാൻ അതിനിപ്പോ എനിക്ക് ഈ കുഞ്ഞിനോട് പറയാനല്ലേ പറ്റൂ. ഇതവനാ, അവൻ തന്നെയാ മോളും. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇവനെന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ ജൂഡ് നോക്കുന്നത് പോലെ, വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്ന പോലെ. എനിക്ക് പേടിയാ മകേട്ടാ. അവളുടെ അച്ഛനും ജൂഡിന്റെ പപ്പയും ഒരാളാണെന്ന് അവൾ അറിഞ്ഞാൽ. ഇല്ല, ഇനി അത് അവൾ ഒരിക്കലും അറിയരുത്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ചിന്ത മായ്ച്ചു കളയണം. അങ്ങനെയൊന്നില്ല. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാ. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുക. വീണ്ടും ഒരിക്കൽ കൂടി നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നത് അവൻ്റെ പുണ്യമാ. ഈ കുഞ്ഞിൻ്റെ വാ. മോനോ, ഇങ്ങോട്ട് നോക്കി എന്താടാ? പരീക്ഷണങ്ങളുടെ കാലം കഴിഞ്ഞു. മഹേന്ദ്രന്റെ കുടുംബത്തിന് ഇനിയുള്ളത് നന്മയുടെ നാളുകൾ.
ഇവർ ഭൂമിയിൽ വീഴ്ത്തിയ കണ്ണീരിൽ നിന്ന് ഇനി ഉയർക്കാൻ പോകുന്നത് പ്രത്യാശയുടെ ദിനങ്ങൾ. ഈ പുതുവർഷത്തിൽ, പുതിയ തുടക്കത്തിൽ നമുക്ക് അവർക്ക് നന്മകൾ നേരാം, നന്മകൾ മാത്രം. shame.